ശ്യാം കൊന്നോസ് അവതരിപ്പിക്കുന്നു അജ്കർ സിറ്റി വലിയാണ്ടി. നമസ്കാരം. ഞാൻ ഇന്നല്ല 6 മാസത്തോളമായി ശ്യാം കൊന്നോസ് അവതരിപ്പിക്കുന്നു. പക്ഷേ ഇന്നാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തർക്കും കുരു പൊട്ടിയത്. അതാണ് മോനെ ശ്യാം കൊന്നോസ്. ഒരുപാട് കോളുകൾ എൻ്റെ ഉമ്മാക്കും, ഒരുപാട് കോളുകൾ എൻ്റെ വൈഫിനും. അസ്കർ വീണ്ടും ശ്യാം കൊന്നോസ് തുടങ്ങിയിട്ടുണ്ട്. മക്കളെ, ശ്യാം കൊന്നോസ് ഇപ്പോൾ തുടങ്ങിയിട്ട് 6 മാസമായി. നിങ്ങൾ ഇന്നാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇന്നാണ് എനിക്ക് വീഡിയോ കിട്ടിയത്. അപ്പോൾ കുരു പൊട്ടാൻ തുടങ്ങി ഓരോരുത്തർക്കും. പക്ഷേ അസ്കറിനെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കണ്ട. മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനി അസ്കറിനെ പിടിച്ചാൽ കിട്ടില്ല മക്കളെ. കാരണം ശ്യാം കൊന്നോസ് ഞാൻ ഇന്നലെ വരെ ചെയ്ത ബിസിനസ് എല്ലാം നിർത്തിയിരിക്കുന്നു. ക്ലാസ്. കാരണം ശ്യാം കൊന്നോസ് ഇനി പുതിയൊരു ബിസിനസ്സിലേക്ക് കിടക്കുകയാണ്. തകരൂല മക്കളെ, അസ്കർ തകരൂല. തകരാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ശ്യാം കൊന്നോസ് ഒരുപാട് ആൾക്കാർ എന്നെ തകർത്താൻ കളിക്കുന്നുണ്ട്. തകരൂല മക്കളെ. ഞാൻ ബിസിനസ് നിർത്താൻ കാരണം ഞാൻ മാഹിയിൽ പുതുതായി ഒരു ലാട്ടായിട്ട് സ്ഥാപനം എടുത്തു. അവിടെ ബിസിനസ് ആരംഭിച്ചു. അൽഹംദുലില്ലാ, കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ബിസിനസ് നടന്നു. എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒരു ദിവസം സാക്ഷാൽ റബ്ബ് വന്ന്, പഠിച്ചവൻ അല്ലാഹു ദൈവം എൻ്റെ കട പൂട്ടിയപ്പോൾ ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ കട പൂട്ടിക്കിടക്കുക. ഞാൻ ചോദിച്ചു എൻ്റെ കൂടെയുള്ള ആളോട് എന്താ മോനെ ഷോപ്പിൽ സംഭവിച്ചത്? കട പൂട്ടിയെന്ന് പറഞ്ഞു. താക്കോൽ എവിടെ? താക്കോലില്ല. അപ്പോൾ ആരാണ് എൻ്റെ കട പൂട്ടിയത്? സാക്ഷാൽ ദൈവം. ഇന്നേ വരെ താക്കോൽ കിട്ടിയിട്ടില്ല. കട പൂട്ടിക്കിടക്കുകയാണ്. ഞാൻ ആ ബിസിനസ് അവിടെ അവസാനിപ്പിച്ചു. ഇനി ആ ബിസിനസ് ഇനിയില്ല. കാരണം ശ്യാം കൊന്നോസ്. ഓക്കെ. ഇനി ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച മുതൽ പുതിയൊരു ബിസിനസ്സിലേക്ക് ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ തരണമെന്നില്ല. സാക്ഷാൽ ദൈവം എനിക്ക് തരും. അവിടെ നിന്ന് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നെ തളർത്താൻ നോക്കിയാൽ ഞാൻ തളരില്ല മക്കളെ. ഞാൻ ഇന്ന് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത വീഡിയോ ശ്യാം കൊന്നോസിൻ്റെ, അത് എത്തേണ്ട അടുത്ത് എത്തി. കുരു പൊട്ടാൻ തുടങ്ങി. മാഫി മുഷ്കില്ലാതെ. കാരണം ശ്യാം കൊന്നോസ് ശത്രുക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എനിക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോൾ എനിക്ക് ആവേശം കൂടുകയുള്ളൂ. അതാണ് അസ്കർ ബൈയുടെ ചരിത്രം. ഒരുപാട് ആൾക്കാർ എന്നെ ശത്രുവായി കാണുന്നുണ്ട്. എന്നേരം എനിക്ക് എനർജി കൂടും. മുമ്പ് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഷട്ടിൽ ടൂർണമെൻറ്റ് നടത്തുന്നവനാണ്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ടീം പങ്കെടുക്കുന്ന കളിയായിരുന്നു ഷട്ടിൽ ടൂർണമെൻറ്റ്. അങ്ങനെ
കളി തുടങ്ങുന്നതിന് അല്പസമയം മുമ്പ് പല ടീമും കോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കെ 2-3 പേര് വന്ന് 2 പോസ്റ്റും പൊരിച്ചു പോയ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഒരു ടൂർണമെൻറ്റ് അങ്ങനെ. പിറ്റേത്തെ വർഷം വേറെ, ശത്രുക്കൾ വേറെയും. അപ്പോഴും ഞാൻ ഭാഷയോടുകൂടി കളി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് അസ്കർ സിറ്റി വിളിയാണ്ടി. നിങ്ങൾ വിചാരിച്ച് പിറ്റേ കൊല്ലം ശത്രു വേറെ, എന്നിട്ട് അസ്കർ വിട്ടു കൊടുത്തിട്ടില്ല മക്കളെ. നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കും 2-3 ദിവസം നടക്കേണ്ട കളി 15 ദിവസം വരെ നീണ്ടുപോയി. എന്തുകൊണ്ട്? ശത്രുക്കൾ കാരണം. കളി പൂർത്തിയാക്കിയിട്ട് അത് വേറെ കാര്യം. പൂർത്തിയാക്കിയിട്ട് അസ്കർ അടങ്ങും. അന്നും ശത്രുക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കളി ഭംഗിയായിട്ട് നടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഭാഷയ്ക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല ആരായാലും. അതാണ് അസ്കർ ഭായ്. ഇന്നും ഞാൻ പറയുന്നു, അസ്കർ ഭായ് ഉമ്മാനെ ഓരോരുത്തർക്കും കുരു പൊട്ടിയിട്ട് ഉമ്മാനെയും വൈഫിനെയും വിളിച്ചിട്ട് പറയുക, അസ്കർ വീണ്ടും തുടങ്ങി. എന്ത്? ഷാംകോനോസ് നിർത്തൂല മക്കളെ, ഷാംകോനോസ് നിർത്തൂല. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടെ പഠിച്ചവനുണ്ട്, അതാണ് വിശ്വാസം. പിന്നെ യൂട്യൂബ് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടം? ഞാൻ നിങ്ങൾ കൊണ്ടൊന്ന് പറയുന്നുണ്ടോ? ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ നല്ല വാർത്തകളാണ് കൊടുത്തത്. നല്ല വാർത്ത കൊടുത്തിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇനി വരുന്ന വാർത്തക്ക് സബ്സ്ക്രൈബ് കൂടും. അങ്ങനത്തെ വാർത്തയും കൊണ്ടാണ് ഞാൻ വരിക. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയുന്നു, ഞാൻ നിങ്ങളെ ഇടങ്ങാറാക്കുന്നില്ല. പക്ഷേ എന്നെ ഇടങ്ങാറാക്കിയാൽ ഞാൻ വിടാറുമില്ല. ഇന്ന് വരെ അങ്ങനെയാണ് ചരിത്രം ഉണ്ടായിട്ടുള്ളത്, എൻ്റെ ചരിത്രം. അതുകൊണ്ട് കളി ഇങ്ങോട്ട് വേണ്ട, കളി ഞാൻ കാണിച്ചു തരും. നിങ്ങൾ കണ്ടോളൂ. ഞാൻ കളിക്കും, നിങ്ങൾ കാണുക. ബിസിനസ് നിർത്താൻ കാരണം ഷാംകോനോസ് ഒരിക്കലും നിർത്തൂല കേട്ടോ മക്കളെ, കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, പാതിരാക്കാണോ ഷാംകോനോസ്? യെസ്, നിങ്ങൾക്കിത് പാതിരിയായിരിക്കും. പക്ഷേ അസ്കറിന് ഇത് ഷാംകോ. കാരണം ഇവിടെ പൊലിച്ച ഞാനുള്ളിടത്ത് ഷാംകോ, വളരെ ദൂരായി യൂറോപ്പ്, അവിടെ ഇപ്പോൾ ഷാംകോ തന്നെയാണ് മക്കളെ. അപ്പോൾ നാളെ നല്ല വാർത്തയുമ്പോൾ ഞാൻ വരും. ഇപ്പോഴത്തെ ഷാംകോ കുരു പൊട്ടിയാക്കുള്ള ഷാംകോ ആണ്. അതുകൊണ്ട് അസ്കറിനോട് കളിയനെ വേണ്ട. ഇനി നിങ്ങൾ എത്ര വലിയ പാര വെച്ചാലും എനിക്ക് ആവശ്യം കൂടെയുള്ളൂ. ഷാംകോനോസിൻ്റെ എണ്ണം കൂടെയുള്ളൂ. വിട്ടുകൊടുക്കില്ല. ഒറ്റൊരുത്തൻ്റെ മുന്നിലും ഞാൻ മടക്കൂല. മടക്കുന്നവനല്ല, മടക്കും ആരുടെ മുന്നിൽ? ഉപ്പർവല്ല. ബിസിനസ് നിർത്താൻ കാരണം ഷാംകോനോസ്. തൽക്കാലം നിർത്തുന്നു. ഗുഡ് ബൈ ഷാംകോനോസ്.